എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതോടെ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ദിലീപ് സിനിമകളുടെ OTT-ക്കായാണ്. ഇപ്പോഴത്തെ ദിലീപ് സിനിമകളുടെ വമ്പൻ OTT അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുന്നെയായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് കാന്ത എന്ന സിനിമയെക്കുറിച്ചാണ്. സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ സിനിമയാണ് കാന്ത. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ 12-ന് നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് സാലി മുഹബത്ത് എന്ന സിനിമയെക്കുറിച്ചാണ്. രാധിക ആപ്തെ നായികയായി ടിസ്ക ചോപ്ര സംവിധാനം ചെയ്ത് ജിയോ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ഡ്രാമ ത്രില്ലർ സിനിമയാണ് സാലി മുഹബത്ത്. C5 ഇന്ത്യ നേരത്തെ തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരുന്നു. ചിത്രം ഡിസംബർ 12-ന് ഈ ആഴ്ച C5 വഴി OTT റിലീസ് ചെയ്യും. മാസ്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും നവംബർ 21-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തമിഴ് സിനിമയാണ്. ചിത്രത്തിൽ അർച്ചന, ആൻഡ്രിയ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം വിറ്റുപോയിരിക്കുകയാണ്. C5 തന്നെയാണ് ഈ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ചിത്രം ക്രിസ്മസ്, ന്യൂ ഇയർ സ്പെഷ്യലായി ഈ മാസം അവസാനത്തോടെ C5 വഴി OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് 3 റോസസ് എന്ന ആഹാ വെബ് സീരീസിന്റേതാണ്. തെലുഗു കോമഡി റൊമാൻറ്റിക് വെബ് സീരീസ് ആണ് 3 റോസസ്. ഈഷ റബ്ബ, ഷംന കാസിം, പാൽ രജ്പൂത് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് ഈ വരുന്നാഴ്ച ഡിസംബർ 12-ന് ആഹാ വീഡിയോസ് വഴി സ്ട്രീം ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഹക്ക് സുബർണ വർമ്മ സംവിധാനം ചെയ്ത് ഇമ്രാൻ ഹാഷ്മി, യാമി ഗൗതം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ബോളിവുഡ് സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി മാസം ഫസ്റ്റ് വീക്കോടെ ഹക്ക് നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീം ചെയ്യും. അടുത്ത അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെക്കുറിച്ചാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ എന്നിവർ തകർത്തഭിനയിച്ച് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് 2025 ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ചിത്രത്തിന് തിയേറ്ററിൽ അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയാണ് ലഭിച്ചത്. എന്നാൽ ചിത്രം ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യലായി സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ചിത്രം ഈ വരുന്ന ക്രിസ്മസ് നാളുകളിൽ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്തേക്കും. ഒഫീഷ്യൽ മനോരമ മാക്സ് പോസ്റ്ററിനായി നമുക്ക് ഇനിയും കാത്തിരിക്കാം. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപിന്റെ നിരപരാധിത്വത്തെ തുടർന്ന് വമ്പൻ സിനിമകളാണ് ഇനി OTT-യിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ദിലീപ് സിനിമയായ തങ്കമണിയുടെ OTT റിലീസ് പ്രഖ്യാപനം സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ദിലീപിന്റെ ഇന്നത്തെ അനുകൂല വിധിയെ തുടർന്നാണ് ഈ സന്തോഷ വാർത്ത പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രതീഷ് രഘുനാഥനാണ്. ആക്ഷൻ, ക്രൈം, ഡ്രാമ, ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ ഒഫീഷ്യലായി C5 വാങ്ങിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ മാസം അവസാനത്തോടെ ന്യൂ ഇയർ സ്പെഷ്യലായി തങ്കമണി C5 വഴി OTT റിലീസ് ചെയ്യും. അങ്ങനെ ദിലീപ് ഏട്ടൻ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ്. കാത്തിരിക്കാം കൂടുതൽ ദിലീപ് സിനിമകളുടെ OTT-ക്കായി. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്.